വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാലമ്പല ക്ഷേത്ര പുണ്യദർശനത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങുകയാണ്. ജൂലൈ 16 കർക്കിടകം 1 മുതൽ ഈ പുണ്യദർശനത്തിനുള്ള സമയം അടുക്കുകയായി. വലിയ തിരക്കേറിയ ഈ ദർശന സൗഭാഗ്യത്തിന് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഓരോ ക്ഷേത്രവും ദർശനത്തിന് തയ്യാറാവുകയാണ്. ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ 4 ക്ഷേത്രങ്ങളാണ് നാലമ്പല ദർശനത്തിനായി ഒരുങ്ങുന്നത്. ഒരു ദിവസം ഈ 4 ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് വലിയ പുണ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. ആദ്യം ദർശനം നടത്തേണ്ടത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂരിൽ നിന്നോ കൊടുങ്ങല്ലൂരിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നോ ഇരിഞ്ഞാലക്കുടയിൽ നിന്നോ എവിടെ നിന്ന് വന്നാലും ഏകദേശം 24 കിലോമീറ്ററോളം മാത്രം ദൂരമുള്ളൂ. ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കുന്നത്. മഴ നനയാതിരിക്കാനും പന്തലുകൾ, ശുദ്ധജലം, കാപ്പി, പാർക്കിംഗ് സൗകര്യം എന്നിവ സജ്ജമാക്കുന്നുണ്ട്. കൂടാതെ വൈദ്യസഹായവും ആംബുലൻസ് സൗകര്യവും ഉണ്ടാകും. ക്ഷേത്ര ദർശന സമയം പുലർച്ചെ 3:30 നട തുറക്കും. 5 ഉഷപൂജ, അതിർത്ത് പൂജ എന്നിവയ്ക്ക് നട അടയ്ക്കുന്നതിനാൽ ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. 6:15 നട തുറന്നാൽ 6:45 വീണ്ടും നട അടയ്ക്കും. 7:15 മുതൽ 11:30 വരെ തുടർച്ചയായി ദർശനം നടത്താം. 11:30 നട അടച്ചാൽ 11:45 നട തുറക്കും. 12 വരെ ദർശനമുണ്ടാകും. വൈകിട്ട് 4:30 നട തുറന്ന് രാത്രി 8 നട അടയ്ക്കും. അവിൽ നിവേദ്യം, മീനൂട്ട്, വെടിവഴിപാട്, തട്ടം നിവേദ്യം, അമ്പും വില്ലും, ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്ക്, നെയ്ക്കിണ്ടി, നിറമാല, ചുറ്റുവിളക്ക്, പായസം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. അന്നദാനവും വഴിപാടായി നടത്താവുന്നതാണ്. വരിയിൽ നിന്നുകൊണ്ട് തന്നെ വഴിപാടുകൾ ചീട്ടാക്കാവുന്നതാണ്. അതിനായി മൊബൈൽ കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. രണ്ടാമത് ദർശനം നടത്തേണ്ടത് ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ്. ഭരതനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. തൃപ്രയാറിൽ നിന്നും 3 വഴിക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരാവുന്നതാണ്. എന്നാൽ കൂടുതൽ സൗകര്യം തൃപ്രയാറിൽ നിന്നും 3 പീടിക വഴി ഇടത്തോട്ട് തിരിഞ്ഞ് ഇടതിരിഞ്ഞ് വഴി ഇരിഞ്ഞാലക്കുടയിലേക്ക് എത്താവുന്നതാണ്. പുലർച്ചെ 3:30 ക്ഷേത്രനട തുറക്കുന്നതാണ്. 7:30 മുതൽ 8:30 വരെ എതിർത്ത് പൂജാ സമയത്തും 11 മുതൽ 11:30 വരെ ഉച്ചപൂജാ സമയത്തും ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നാൽ ക്ഷേത്രം അടയ്ക്കുന്നതുവരെ ദർശനം നടത്താവുന്നതാണ്. 5 വീണ്ടും നട തുറക്കും. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ നെയ്പായസം, താമരമാല, താമരപ്പൂ, നെയ്വിളക്ക്, വഴുതനങ്ങ നിവേദ്യം, അട, അവിൽ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. വരിയിൽ നിന്നുകൊണ്ട് തന്നെ വഴിപാടുകൾ ഷീട്ടാക്കാൻ മൊബൈൽ കൗണ്ടറുകൾ ഉണ്ടാകും. എല്ലാ ദിവസവും പ്രസാദ ഊട്ടും മാസെടുക്കുന്നവർക്ക് ഔഷധക്കഞ്ഞിയും നൽകും. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും പ്രത്യേകം സൗകര്യങ്ങളുണ്ടാകും. മൂന്നാമത് ദർശനം നടത്തേണ്ടത് മൊഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രത്തിലാണ്. എറണാകുളം ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്ററോളം ദൂരം വരും ഈ ക്ഷേത്രത്തിലേക്ക്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വെള്ളാങ്കല്ലൂർ, കൊമ്പിടിഞ്ഞാമാക്കൽ, അഷ്ടമിച്ചിറ, മാള വഴിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ദർശന സമയം സാധാരണ ദിവസങ്ങളിൽ പുലർച്ചെ 5 മുതൽ ഉച്ചയ്ക്ക്
1 മണി വരെ ദർശനം നടത്താം. വൈകിട്ട് 5 മുതൽ 8 വരെയാണ് ദർശന സമയം. പൊതു ഒഴിവു ദിവസങ്ങളിൽ പുലർച്ചെ 4:30 മുതൽ 2 വരെയും വൈകിട്ട് 4:30 മുതൽ രാത്രി 9 മണി വരെയും ദർശനത്തിന് സൗകര്യമുണ്ടാകും. പ്രധാന വഴിപാടുകൾ ഒറ്റയപ്പം, ഉണ്ണിയപ്പം, അരവണ, അവിൽ നിവേദ്യം, തട്ടം നിവേദ്യം, എള്ളുകിഴി, ചരട് ജപം, പാൽപ്പായസം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 4ാമത് ദർശനം നടത്തേണ്ടത് പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലാണ്. മൂഴിക്കുളത്ത് നിന്നും ഏകദേശം 30-32 കിലോമീറ്റർ ദൂരം വരും പായമ്മൽ ക്ഷേത്രത്തിലേക്ക്. വെള്ളാങ്കല്ലൂരിൽ നിന്നും മതിലകം റോഡ് വഴി പോന്നാൽ അരിപ്പാലത്ത് നിന്നും വലത്തോട്ട് തിരിഞ്ഞ് യാത്ര തുടരാം. മുന്നിലായി ഒരു പാലം കാണുമ്പോൾ ഇടത്തോട്ട് തിരിയുന്ന ഒരു റോഡ് കാണാം. ആ റോഡ് വഴി ചെന്നാൽ പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെത്താം. ദർശന സമയം പുലർച്ചെ 5 മുതൽ 1:30 വരെയും വൈകിട്ട് 4:30 മുതൽ 9 വരെയുമാണ് സമയം. തിരക്കുള്ള ദിവസങ്ങളിൽ കൂടുതൽ സമയം ദർശനത്തിന് അനുവദിക്കും. പ്രധാന വഴിപാടുകൾ ശത്രുസംഹാര മന്ത്രാർച്ചന, സുദർശന പുഷ്പാഞ്ജലി, സുദർശന ചക്രം, സിദ്ധി ചെയ്ത സുദർശന ചക്രം നടയിൽ സമർപ്പിക്കൽ, ഏലസ്, അരവണ, അവിൽ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ക്ഷേത്രത്തിന് വടക്ക് ബസ്സുകൾക്കും ക്ഷേത്രത്തിന് മുന്നിൽ KSRTC ബസ്സുകൾക്കും ചെറുവാഹനങ്ങൾക്കും പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ദർശനം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഈ പാലത്തിൽ കൂടി ഇടത്തോട്ട് തിരിഞ്ഞു പോകാം. ഇരിഞ്ഞാലക്കുട 3 പിടിക റൂട്ടിലെത്താം. അവിടെ നിന്നും തൃപ്രയാറിലെത്തി ശ്രീരാമ ദർശനത്തിന് ശേഷം നാലമ്പല ക്ഷേത്ര ദർശനം പൂർത്തിയാകും.